പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പങ്കെടുക്കാൻ പോകുന്ന അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേന എന്ന ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ശുശ്രൂഷ ഈ ചെറിയ നാളുകൾ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ, അത് പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന ലോകത്തൊരിടത്ത് ഒരു ജനതയുടെ ഇടയിലും സംഭവിക്കാത്ത രീതിയിൽ അത്ഭുതങ്ങളാണ് ഈ എൽ റുഹ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസിനുള്ള നൊവേനയിലൂടെ ഈ കാലഘട്ടത്തിൽ മുഴുവനും നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഈ അത്ഭുത ജപമാല കാണുമ്പോഴും ഇവിടുത്തെ എൽ റുഹ ശുശ്രൂഷകൾ മറ്റും കാണുമ്പോഴൊക്കെ യൂട്യൂബിലായിട്ടും പല രീതിയിലും നിങ്ങൾ ആ സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൽ റുഹ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയുടെ വെളിപ്പെടുത്തൽ, ഈ ശുശ്രൂഷയെ പറ്റി കർത്താവ് അച്ഛന് തന്ന കുറെ വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ നിങ്ങളൊന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ വെളിപ്പെടുത്തലായിരുന്നു ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന സന്ദേശം. അതായിരുന്നു ആദ്യ നാളുകൾ കിട്ടിയ കർത്താവ് തന്ന സന്ദേശമായിരുന്നത്. ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ, ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന ശുശ്രൂഷ മുടങ്ങാതെ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്തിരി അനുഗ്രഹമല്ല ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുള്ള സന്ദേശമായിരുന്നു ആദ്യ നാളുകൾ കർത്താവ് തന്നത്. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നീടായിട്ട് പലപ്പോഴായിട്ട് കിട്ടിയ സന്ദേശങ്ങളാണ് അച്ഛൻ പറയുക. കർത്താവ് തന്ന മറ്റൊരു ദൈവസ്വര സന്ദേശമാണ് പ്രശ്നങ്ങളുള്ളവർ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതായത് അത്ഭുതങ്ങളുടെ ജപമാലയിൽ നമ്മൾ നിങ്ങളുടെ നിയോഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറിപ്പോകുന്ന വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ സാക്ഷ്യങ്ങൾ ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇനി മറ്റൊരു ദൈവസ്വര സന്ദേശം കർത്താവ് തന്നത് ഇങ്ങനെയാണ്: കടബാധ്യത ഉള്ളവരോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. കടബാധ്യതയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്ഭുതങ്ങളുടെ ജപമാല ഇങ്ങനെ നിയോഗം വെച്ച് നിങ്ങൾ കണ്ടുവയ്ക്കുകയും കടബാധ്യത ഗ്രാജുവലി പതിയെ അത് മാറിപ്പോകുന്ന അത്ഭുതം കാണും. പിന്നീട് വീണ്ടും കർത്താവ് അല്പം ക്ലാരിറ്റിയോടെ ഈ സന്ദേശം ഒരിക്കൽ കൂടി തന്നത് ഞാൻ ഓർക്കുകയാണ്. കടബാധ്യതയുള്ളവർ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിനുള്ള നൊവേനയും കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശമായിരുന്നു ആ ദൈവസ്വര സന്ദേശം. വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്ന ശക്തമായ മറ്റൊരു ദൈവസ്വര സന്ദേശമാണ് 90 ദിവസം അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് മാറാൻ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ഇങ്ങനൊരു ദൈവസ്വര സന്ദേശം കിട്ടുകയാണ്. അച്ഛനത് ഇതുകൂടെ പറഞ്ഞത് ഇത് ഈ ശുശ്രൂഷ കാണുന്ന പലരും കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും ചെയ്യാൻ തുടങ്ങി. അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇനി മാറില്ല എന്ന് കരുതിയ വിവാഹമോചന കേസുകൾ പോലും മാറിപ്പോയ സാക്ഷ്യങ്ങൾ ഇവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മറ്റൊരു ശക്തമായ ഒരു ദൈവിക സന്ദേശം ഈ ശുശ്രൂഷയെ പറ്റി തന്നത് ഇങ്ങനെയാണ്: മാനസിക രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി മാനസിക രോഗികളോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരോ ദീർഘനാൾ 90 ദിവസമല്ല, ദീർഘനാൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ അത്ഭുത ജപമാല റെക്കോർഡ് എടുക്കുന്നുണ്ട്. ഈ യൂട്യൂബിൽ ഓരോ അത്ഭുത ജപമാല വ്യത്യസ്തമായിട്ട് എടുക്കുക. അതുമ്പോൾ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് എഴുതി വെച്ചെടുത്ത് നിങ്ങൾ ദീർഘനാൾ, ഇപ്പോൾ 90 ദിവസം എന്ന് സാധാരണ നമ്മൾ പറയുന്നത് അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ എടുക്കുക. 180 ദിവസം അല്ലെങ്കിൽ 200 ദിവസം അല്ലെങ്കിൽ 250 ദിവസം തുടർച്ചയായി നിങ്ങൾ അത്ഭുത ജപമാല കണ്ട് മാനസിക രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, മാനസിക പ്രശ്നങ്ങൾ, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ അത്ഭുത രോഗശാന്തി ഉണ്ടാവും എന്നുള്ള വെളിപ്പെടുത്തൽ ഈശോ തന്നിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തൽ അച്ഛൻ ഏതാനും നാളുകൾക്ക് മുമ്പാണ് പറഞ്ഞത്. അത് ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങി. ഓൾറെഡി അങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന പലരും അവർക്ക് കിട്ടിയ സൗഖ്യങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലും ഈ നാളുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാറാ രോഗങ്ങൾ, ഓട്ടിസം, ഇങ്ങനെ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഇതിനൊക്കെ നിങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല ദീർഘനാൾ നിയോഗം വെച്ച് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഈ ദിവസങ്ങളിൽ വീണ്ടും അച്ഛൻ ഈ ഒരു ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശം, ഈ അത്ഭുത ജപമാലയുടെ ഒരു അഭിഷേകം ഒരു പാട്ടിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതൊരു ദൈവസ്വരമായിട്ട് ഈ പാട്ട് കർത്താവ് തരികയാണ്. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ആ പാട്ടിൻ്റെ വരികൾ: എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ച
പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഈ ഗാനത്തിൻ്റെ വരികൾ, ഓരോ സ്റ്റാൻസുകളും ഓരോ വരികളും അതിൻ്റെ അഭിഷേകമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ലഭിക്കുക എന്ന് ഈശോ പറയുക. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ജോലി നീ അനുഗ്രഹിക്കപ്പെടും, വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും, നിന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഭിന്നമായി പോകുന്ന അനുഭവം ഉണ്ടാവും. നിന്റെ ആരോഗ്യ മേഖല അനുഗ്രഹിക്കപ്പെടും, നിന്റെ ശരീരം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മനസ്സ് ആത്മാവൊക്കെ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, ഈ മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. വായ്പ വാങ്ങാൻ ദൈവം ഇടവരുത്തില്ല, കൊടുക്കുക നിനക്ക് സമൃദ്ധി തരും. മാത്രമല്ല എല്ലാ ആത്മീയ ഭൗതിക മേഖലയിൽ നിനക്ക് ഉയർച്ച വരുമെന്ന ശക്തമായ ദൈവിക സന്ദേശമാണ് ഈ പാട്ടിൻ്റെ വരികളിലൂടെ, ഈ പാട്ടിൻ്റെ അഭിഷേകം തന്ന് കർത്താവ് ഈ ശുശ്രൂഷ കാണുന്നവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ കാണുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വലിയ വിശ്വാസ ചൈതന്യത്തോടെ അതിലൂടെ പരിശുദ്ധാത്മാവിന് വലിയ കൃപ സ്വീകരിക്കുക, ഒരുങ്ങിക്കൊണ്ട് മനസ്സിനെ നന്നായി കുമ്പസാരിച്ചൊരുങ്ങി ഉപവസിച്ചൊക്കെ ഇത് കാണുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും. അങ്ങനെ ഒരു ഒരുക്കത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഈ അത്ഭുത ജപമാലയുടെയും അന്തോണിസിലൂടെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. ശബ്ദമേൽത്തെ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, രക്തസാക്ഷികളെ, അകാലത്തിൽ മരിച്ചുപോയ കുഞ്ഞു പൈതങ്ങളെ, സഭയിലെ വണങ്ങപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ടവരെ, പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധ അന്തോണിസിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി, അവരിലെല്ലാം വൻ കൃപകളും വൻ സൗഖ്യങ്ങളും മഹാ അത്ഭുതങ്ങളും സംഭവിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. ശക്തിയോടെ കരമടച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ചേർന്ന് പാടി ശക്തിയോടെ ശബ്ദത്തില് കനിയണമേ സത്യപാടി കനിയണമേ ൂഹായേ കനിയണമേ ത്രിയേക ദൈവമേ കനിയണമേ പരിശുദ്ധ മാലാഖമാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി പരിശുദ്ധ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി
ദൈവജനനി മാമരിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മിഖായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗബ്രിയേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ റഫായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മാനവദൂതന്മാർ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ സ്നാപക യോഹന്നാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷകളുടെ ഭാഷാത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരിരിരി അറിയാവുന്ന പോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. വൻ കൃപകളും വൻ സൗഖ്യങ്ങളും മഹാത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ, ലോകത്തൊരിടത്ത് ഒരു ജനതയുടെ ഇടയിൽ സംഭവിക്കാത്ത അത്ഭുതങ്ങൾ, ഭയാനകമായ അത്ഭുതങ്ങൾ എൽ റുഹായിലെ എല്ലാ ശുശ്രൂഷകളും, പ്രത്യേകിച്ച് ഈ അത്ഭുതങ്ങൾ ജവമാന ശുശ്രൂഷ കാണുന്ന എല്ലാവരും സംഭവിക്കട്ടെ. ആദിമ സഭയിൽ സംഭവിച്ചതുപോലെ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 34:10 വചന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരമടച്ച് ചേർന്ന് പാടി സ്വർഗത്തിന്റെ സഹായം തേടിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കുക വലിയ വിശ്വാസത്തോടെ. വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സ്തെഫാനോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സെബസ്ത്യാനോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യാക്കോബേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലൂദീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൽഫോൻസാമ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം മഗ്ദലേന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ആഗ്നസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലപ്രവർത്തനം 5:12 അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഹെബ്രായ 2:4 അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, പലവിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ദാനം ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 4:30 പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ ദാസനായ യേശു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം സംഭവിക്കാവുന്ന കരങ്ങൾ നേടണമേ. അവിടുത്തെ വചനം ധീരതയോടെ പ്രസംഗിക്കുകയും ദാസനെ ശക്തിപ്പെടുത്തണമേ. കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, ദൈവികാനത്തിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് അപ്പത്തിന്റെ രൂപത്തിൽ യേശുവിലേക്ക് നോക്കുക. വിശുദ്ധയായ കത്രീന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അന്നായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ വെറോനിക്ക പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡോൺ ബോസ്കോ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡൊമിനിക് സാമ്യം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗീർവ
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ സിസിലിയ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ യൂദ തദിമോസേ പ്രാർത്ഥിക്കണമേ കരങ്ങളുയർത്തിച്ച് ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്തോണീസ് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ചമറയച്ച പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മാനവദൂതന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ രക്തസാക്ഷികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കുക. ശിരിരി മുട്ടുകൾ നിവർത്തി പിടിക്കുക. വിരലുകൾ അടർത്തി പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശിരിരി ജീവിത പങ്കാളി മക്കളെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ 4 അതിരുകൾ, വസ്തുക്കൾ, വളർത്തുകൾ, വാഹനങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസികൾ വ്യാപരിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും സ്ഥാപനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാമണി മുഖ്യനും ഗാന്ധിയും ഗബ്രിയേൽ റഫാലിന്റെയും സകല മാലാമാരുടെയും വിശുദ്ധയും രക്തസാക്ഷികളും മന്ത്രയുടെയും മധ്യസ്ഥയിൽ ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധ മാമോദിസ പൗരോഹിത്യത്തിൽ എനിക്ക് ലഭിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും ആസ്വദിച്ചുകൊണ്ട് എല്ലാ തിന്മയിലെ ശക്തികളും അന്ധകാല ശക്തിയും ആജ്ഞാപി കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, തിന്മയിൽ ആധിപത്യം, മന്ത്രവാദം, കുടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, പാപങ്ങളെ, ശാപങ്ങളെ, കൈവിഷങ്ങളെ, ശക്തികളെ ഞങ്ങൾക്ക് ചേർന്ന പൗരങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക്, സ്ഥലങ്ങൾക്ക്, വ്യക്തികൾക്കോ ഈ ഏൽറുഹ ധ്യാനിക്കേണ്ടോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കോ ഏതെങ്കിലും അസ്വസ്ഥത, തടസ്സങ്ങളോ, തകർച്ച ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും സ്വാധീനങ്ങളെയും കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉച്ചാരണം ചെയ്യും. കർത്താവിന്റെ കുരിശിന്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും പ്രവേശിക്കുന്ന കർത്താവായ യേശുവിന്റെ ദുരിതം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലങ്ങളും വ്യക്തികൾക്കും ഈ ധ്യാനിക്കുന്ന എല്ലാ മക്കൾക്കും സംരക്ഷണമാരിയുടെ പരിശുദ്ധ കന്യാമണി സകല മാലാമാരുടെ വിശുദ്ധയും ആദ്യ സംരക്ഷണവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കോ ഈ ഏൽറുഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സതിയ ഞങ്ങൾ ഞങ്ങളുടെ ഭവനവും സ്ഥാപനവും സ്ഥലവും വ്യക്തികളും ധ്യാനിക്കുന്ന എല്ലാ മക്കളും ഈ അത്ഭുതമാൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്ക് അങ്ങനെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം സമർപ്പിക്കാൻ കിടയാവും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിളിച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടച്ച് ശക്തമായി കരങ്ങൾ വീശിയടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. 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 ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ കരമയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഈ ഭൂമിയിൽ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ചെയ്യും. അപ്പോസ്തലർ 1:8 വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന്റെ ശക്തിന്റെ മേൽ ആവശ്യിക്കും. ലൂക്ക 1:35 വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാൻ 3:34 വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:37 വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം, ദൈവ സ്നേഹ അനുഭവം പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് തരണമേ. തുടർന്നു വരുന്ന ജപമാലയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധ അന്തോണിസിന്റെ നൊവേന ഞങ്ങൾ സമർപ്പിക്കുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഏൽറുഹാന്റെ അൾത്താരിൽ കയറി സാക്ഷ്യം പറയാനുള്ള കൃപ തന്നെ അനുഗ്രഹിക്കണമേ. വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ. കരങ്ങളടിച്ച് കുടുംബം ഒന്നിച്ച് ആരാധിക്കുന്നു, സമൂഹം ഒന്നിച്ച് ആരാധിക്കുന്നു, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ കരമുയർത്തി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. എല്ലാവരും പാടി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി. സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശക്തമായി സ്തുതിച്ചോ. ശക്തമായി സ്തുതിക്കുക. പോരാ ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. എന്റെ കർത്താവ് സർവസ്വനായ ദൈവമാണ്, പിതാവാണ്. ദുഷ്ടനെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിയെ സഹോദരന്മാരുടെ വിമോചനത്തിനായി മുഖ്യതന്മാർ മികാന്റെയും ഉപരേന്ദ്ര അപ്പാന്റെയും സഹായം ആദ്യസ്ഥയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരെയും ഞങ്ങളുടെ സഹായത്തിന് വരണമേ. വിശുദ്ധരെ ഉൾക്കണ്ണയും ദുഃഖത്തിലെ അടിമത്തിന്റെ കർത്താവ് മോചിപ്പിലും യാചിക്കുന്നു. ഓറപ്പിലും ജഡികാ സ്പർദ്ധയിൽ നിന്ന് കർത്താവ് ഞങ്ങൾ മോചിപ്പിലും യാചിക്കുന്നു. അസൂയയിലും കോപത്തിലും മരണ ചിന്തകളിൽ നിന്ന് കർത്താവ് ഞങ്ങൾ മോചിപ്പിലും യാചിക്കുന്നു. ആത്മത്തിലും ഭ്രൂണത്തിലുള്ള ചിന്തകളിൽ നിന്ന് കർത്താവ് ഞങ്ങൾ മോചിപ്പിലും യാചിക്കുന്നു. എല്ലാത്തിലുള്ള പാപകരമായ ലൈംഗികതയിൽ നിന്ന് കർത്താവ് ഞങ്ങൾ മോചിപ്പിലും യാചിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം ഭിന്നതകളിൽ കർത്താവ് ഞങ്ങൾ മോചിപ്പിലും യാചിക്കുന്നു. എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളും കർത്താവ് ഞങ്ങൾ മോചിപ്പിലും യാചിക്കുന്നു. സകല ഗുണോത്രങ്ങളും ശുദ്രപത്രം മന്ത്രവാദത്തിലെ ആഭിചാര ക്രിയകളിൽ നിന്ന് കർത്താവ് ഞങ്ങൾ മോചിപ്പിലും യാചിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനത്തിന് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നെന്ന് ചെയ്ത കർത്താവേ. ഹന്യാമഠം മധ്യസ്ഥല ശുദ്രപത്രം മോചനം ഞങ്ങളുടെ സമാധാനം ഞങ്ങൾ ആസ്വദിക്കട്ടെ. ഞങ്ങൾ നാനായി യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആമേൻ. ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജപമാലയ്ക്ക് ഒരുക്കമായി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കത്തിപ്പടരണമേ, പാടാം. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ദാഹത്തോടെ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ഈശ്വര സന്നിധിയിൽ സാധിക്കുന്നവരെല്ലാം മുട്ടുകൾ കുത്താം, കരങ്ങളുടെ ജപമാല എടുക്കാം. നമ്മൾ വിശ്വാസേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 18:20 നമ്മൾ വായിക്കുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റിത്തരും. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. ഈ ശുശ്രൂഷയിൽ 2-3 പേരൊന്നല്ല, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ അത്ഭുതങ്ങളുടെ ജപമാല, വിശുദ്ധ അന്തോണീസിന്റെ നൊവേന എന്ന പേരുള്ള പ്രാർത്ഥന. പല രാജ്യങ്ങളിലിരുന്നുകൊണ്ട്, പല ദേശങ്ങളിലിരുന്നുകൊണ്ട്, പല ഭവനങ്ങളിലിരുന്നുകൊണ്ട് നമ്മളിതാ ഒരേ മനസ്സോടെ, നിങ്ങളിപ്പോഴും ഒരേ കാര്യങ്ങൾ ചിന്തിച്ച്, ഒരേ സ്നേഹത്തെ വർദ്ധിച്ച്, ഒരേ ആത്മാവ്, ഒരേ അഭിപ്രായമുള്ളവരതിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിലാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഈ അത്ഭുതങ്ങളുടെ ജപമാല, വിശുദ്ധ അന്തോണീസിന്റെ നൊവേന ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ലോകം മുഴുവനും വേണ്ടി നമ്മൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥം വഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു, അവരെ കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കുന്നു എന്നാണ് ജോബ് 42:10 എഴുതി വച്ചിരിക്കുകയാണ്. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജോബിൻ്റെ ഐശ്വര്യം തിരിച്ചു കൊടുത്തെന്ന് മാത്രമല്ല, അത് ഇരട്ടിയായി കൊടുക്കുക. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന അത് വലിയൊരു സുവിശേഷ വേലയാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് കർത്താവ് ശക്തമായ രീതിയിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിലൂടെ വീണ്ടും കർത്താവ് പറയുകയാണ്,
യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ കൂടെയുള്ള ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. വലത് കരത്തിൽ ജപമാല എടുത്ത് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പോസ്തലപ്രവൃത്തി 1:14 അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വിശ്വാസമായിട്ട് പറയാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്ന് പന്തിയോ പിലാത്തോസിന്റെ കാലത്ത് പീഡ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുക വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം നിറയാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി ഇപ്പോൾ നിയോഗിച്ച് പ്രാർത്ഥിക്കുന്നവരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാ. ഞങ്ങളുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവെ മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. ഞങ്ങളുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, അറിവിന്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം, പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരങ്ങൾ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവെ മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഇതിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖരഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. ഒന്നാം ദിവ്യരഹസ്യം ഈശോ രക്തമുയർത്ത് പ്രാർത്ഥിക്കുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ ആദ്യമേ തന്നെ നമ്മൾ സമർപ്പിക്കുക നമ്മുടെ തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഒരുപാട് വേദനയിലും വിഷമത്തിലും കടന്നു പോകുന്ന മക്കളുണ്ട്. പലവിധ നിയോഗങ്ങൾ, ആവശ്യങ്ങളുള്ളവരൊക്കെ ഉണ്ട്. ആ മനസ്സിൻ്റെ വലിയ ഭാരം, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവൻ തന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55:22 അങ്ങോട്ട് സമർപ്പിച്ച ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടുവന്നോ, അതങ്ങോട്ട് സമർപ്പിച്ചോ. ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോകം മുഴുവൻ വേണ്ട മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈശോയോട് പറയണം, ഈശോയെ എന്നെപ്പോലെ ഇതേ അവസ്ഥയിലുള്ളവരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റ് രോഗപീഠകളും കുടുംബ പ്രശ്നങ്ങളും രഹസ്യ ദുഃഖങ്ങളും, അങ്ങനെ ഈശോ എന്നെപ്പോലെ ഇതേ അവസ്ഥയിലുള്ള ഒരു 50 ലക്ഷം പേരെ കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. അവർക്കും ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് അവരെയും നീ അനുഗ്രഹിക്കണമേ, അവരെയും നീ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, അവരുടെ ജീവിതത്തിലും നീ ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ സ്വാർത്ഥതയില്ലാതെ നമുക്ക് ഇരു കരങ്ങളും സാധിക്കുന്നവരെല്ലാം അല്പം ത്യാഗത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. സ്നേഹമുള്ളവരെ, ഈ ജപമാല നമ്മൾ പങ്കെടുക്കുമ്പോൾ 2 ഗണമായിട്ടല്ല നമ്മൾ ചൊല്ലുക, ഒരൊറ്റ ഗണമായിട്ട് നമ്മൾ ചൊല്ലുകയാണ്. എല്ലാ പ്രാർത്ഥനയും നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ചൊല്ലുക. അതുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ അതാത് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം ഉടലാശമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ അത്ഭുതത്തിനെപ്പോഴും പാദാർത്ഥമായ മാതാവേ കാണാം. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരങ്ങളൊക്കെ സ്തുതിച്ചേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശക്തമായി സ്തുതിച്ചേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മെ പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന 50 ലക്ഷം പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, കുമ്പസാരിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു, എളിമയോടെ പ്രാർത്ഥിക്കുന്നു, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. അമ്മയോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തിന്റെ 2ാം ദിവ്യരഹസ്യങ്ങൾ ഈശോയെ ചവിട്ടിക്കൊണ്ട് അടിക്കുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ നമുക്ക് രോഗികളായ മക്കളെ പ്രത്യേകമായി സഹായിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനും രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. ഹോസ്പിറ്റലിലായിരിക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുന്നവരുണ്ടായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ രോഗികൾ, അവരെയൊക്കെ നമുക്ക് പ്രത്യേകം ഒന്ന് ഓർക്കാം. നമ്മുടെ തന്നെ രോഗപീഠകളെ സമർപ്പിക്കാം. നമ്മെപ്പോലെ ഇതേ രോഗപീഠ അനുഭവിക്കുന്ന ഒരു 50 ലക്ഷം പേരെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അയൽപ്പക്കത്ത്
നമ്മളായിരിക്കുന്ന ദേശങ്ങളിലൊക്കെയുള്ള പല നമ്മളറിയപ്പെടുന്ന നമ്മൾക്കറിയാവുന്ന വ്യക്തികൾ നമ്മോട് പലരും പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അവരൊക്കെ നമുക്ക് സമർപ്പിക്കാം. ക്യാൻസർ രോഗികൾ, വൈദ്യശാസ്ത്രം കഴിഞ്ഞ രോഗങ്ങൾ, ഗർഭസ്ഥ ശിശുക്കളുടെ രോഗപീഠകൾ, ഇനി കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ലൈംഗിക രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് രോഗങ്ങൾ, അല്ലെങ്കിൽ ലിവർ സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ പല കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ സ്ത്രീ പുരുഷ സഹജമായ രോഗങ്ങൾ, പലവിധ രോഗപീഠകൾ ഒക്കെ സമർപ്പിക്കാം. നമുക്ക് കഴിക്കുന്ന മരുന്നുകൾ, ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, ശുശ്രൂഷിക്കുന്നവർ ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാം. വാർദ്ധക്യകാല രോഗപീഠകൾ, ഇത് കിടന്നുകൊണ്ട് കാണുന്നവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞവർ, നിശ്ചയിച്ചവർ, ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൽ റുഹയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നിയമം വെച്ച് പ്രാർത്ഥിച്ചോ. മഹാത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്ത കർത്താവ് ക്ഷമിക്കും. സ്നേഹമുള്ളവരെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ സന്ദേശമാണ് ഒന്ന് തുറന്ന് കുമ്പസാരിക്കാനുള്ള സന്ദേശം. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 3:2 വചനം കർത്താവ് നമുക്ക് തരികയാണ്. ഒന്ന് തുറന്ന് കുമ്പസാരിക്കാൻ, മാനസാന്തരപ്പെടാൻ ഈശോ എല്ലാവരോടും പറയുകയാണ്. കുമ്പസാരത്തിലൂടെ വലിയ സൗഖ്യവും വിടുതലും നമുക്ക് ലഭിക്കും. കുമ്പസാരിച്ച് നമ്മൾ ഈ ശുശ്രൂഷ നിയമം വെച്ച് കാണുമ്പോൾ മഹാത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ തടസ്സത്തിന് കാരണം നമ്മുടെ പാപങ്ങളാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാ രോഗപീഠകളും നമുക്ക് സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ആന്തരിക മേഖലയിലെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആന്തരിക സൗഖ്യം, വൈകാരിക രോഗങ്ങളായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവം, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഇങ്ങനെ ചിന്താഗതികൾ, ആത്മഹത്യ ചിന്ത, ഇങ്ങനെയുള്ള മറ്റെല്ലാ വൈകാരിക മേഖലയിലെ രോഗപീഠകൾ തന്നെയാണ് ആന്തരിക മുറിവുകൾ എന്ന് പറയും. നമ്മുടെ അങ്ങനെയുള്ള മേഖലകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ മേഖലയിലൊക്കെ നമുക്ക് ഒപ്പം തന്നെ നമ്മളായി കൂട്ടത്തിലായിരിക്കുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് രോഗശാന്തിക്ക് വേണ്ടി ഈ സമയം ആഗ്രഹിക്കുക. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് സൗഖ്യം കിട്ടുന്നു എന്ന ആ വലിയ ബോധ്യത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. കരങ്ങൾ ഉയർത്തി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ച് അങ്ങേ സഹായം ഉല്ലാസമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. വല്ലഭൻ തൻ പുത്രനാലെ വല്ലഭയാം കന്യകേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരങ്ങളെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ചു സ്തുതിക്കുന്നു. അവിടെ തന്റെ വചനയച്ച് അവരെ സുഹൃത്ത് വിനാശനം വിടുവിച്ചു. 107 സങ്കീർത്തനം 20 വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു നീതിസൂര്യൻ എത്തിക്കും. അതിന്റെ ചിറകുകളെ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുകുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. മലാക്കി 4:2 വചനത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. ദൈവം എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാവും. കർത്താവ് എന്നെ രക്ഷിക്കണം, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. എന്തെന്നാൽ അങ്ങ് മാത്രമാണ് പ്രത്യാശ. ജെറമിയ 17:14 സൗഖ്യം ഉണ്ടാകട്ടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സായാഹ്നമായ അനേക പിശാചുബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. വചന ശക്തിയാ സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ദുഃഖത്തിന്റെ 3-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തലയിൽ മുൾമുടി ധരിപ്പിക്കുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ പ്രധാനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ പാപങ്ങളെ നമുക്ക് ഈ സമയം മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ എല്ലാ മൂലപാപങ്ങളെയും തഴക്കദോഷങ്ങളെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ചിലപ്പോൾ മക്കളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അപ്പോൾ തന്നെ അയൽപ്പക്കാർ, നമുക്കറിയാവുന്ന എല്ലാ മക്കളെയും, ഒരുപാട് തിന്മയിലൂടെ ജീവിക്കുന്ന ഒരുപാട് മക്കളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അവരൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഒന്ന് വിശ്വാസക്കുറവിൻ്റെ ദുരാത്മാവ് ബാധിച്ച മക്കളെ സമർപ്പിക്കാം. യേശുവാണ് ഏകരക്ഷകനെന്ന് തിരിച്ചറിയാത്ത മക്കളെ സമർപ്പിക്കാം. ഭീകര പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, തെറ്റായ പ്രേമബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങളിലൂടെ ഒരുപാട് ജഡിക പാപങ്ങൾ, ഫോൺ സെറ്റ്സ്, ഫോണിലൂടെ സ്വന്തം നഗ്നത കാണിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് ലൈംഗിക പാപങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും, തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ, തെറ്റായ ലൈംഗികതയിലൂടെ കടന്നു പോകുന്നവർ, ഓറൽ സെക്സ്, ഇങ്ങനെയുള്ള വ്യഭിചാരം, ഇങ്ങനെയുള്ള എല്ലാ 3 പേർ ചേർന്നുള്ള ലൈംഗിക ബന്ധങ്ങൾ, ഇതൊക്കെയാണ് തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ. അബോർഷൻ ചെയ്യുന്നവർ, കൊലപാതകം, ഈ മേഖലകളൊക്കെ നമുക്ക് സമർപ്പിക്കാം. 1-ാം പ്രമാണ ലംഘനങ്ങൾ, പാപത്തിൻ്റെ മേഖലകളെ സമർപ്പിക്കാം. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന മക്കൾ, യേശുവിനെ അറിയാത്ത മക്കൾ, പരിശുദ്ധാത്മാവിനെ അറിയാത്ത മക്കൾ, ഇവരൊക്കെ നമുക്കത് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ തന്നെ പാപാവസ്ഥകളെ സമർപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:13, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി നിങ്ങൾ പാപത്തിന് സമർപ്പിക്കരുത് എന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പാപത്തിൻ്റെ ഉപകരണങ്ങളായിട്ട്, അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് എന്ന് വചനം നമ്മോട് പറയുകയാണ്. എല്ലാ ജഡിക പാപങ്ങളും, മൂലപാപങ്ങളും, എല്ലാവിധ പാപങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പാപികളുടെ സംഗീതമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ പാപികളെയും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നവരെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ തന്നെ പാപങ്ങളെ സമർപ്പിക്കാം. വലിയ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗത്തോടെ നമ്മൾ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരാ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പാപികൾക്ക് പാപഭാരം പോക്കിടും സംഗീതമേ, പാടാം. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരങ്ങളൊക്കെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമേത് ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ശബ്ദമേത് സ്തുതിക്കുന്നു. പാപശാപ ബന്ധനങ്ങൾ വിട്ടുപോട്ടെ, ജഡികാസക്തി വിട്ടുപോട്ടെ, സ്വർഗ ഭോഗങ്ങൾ മാറിപ്പോട്ടെ, സ്വയംഭോഗം മാറിപ്പോട്ടെ, വ്യഭിചാരം വിട്ടുപോട്ടെ, തെറ്റായ ബന്ധങ്ങൾ മാറിപ്പോട്ടെ, മദ്യപാനാസക്തി വിട്ടുപോട്ടെ, ലഹരി വസ്തുക്കളുടെ അടിമത്തം മാറിപ്പോട്ടെ, നെഗറ്റീവ് ചിന്തകളെല്ലാം മാറിപ്പോട്ടെ, ആത്മഹത്യ ചിന്ത മാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെറുപ്പ്, ദ്വേഷം, വാശി, വൈരാഗ്യം, തർക്കങ്ങൾ, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ച് പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോ കുരിശു ചുമന്ന് ഗാഗുൽത്ത മലയിലേക്ക് പോകുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. സ്നേഹമുള്ളവരെ, ഈ അത്ഭുതങ്ങളുടെ ജപമാല, ഈ സാധാരണ ഒരു ജപമാല അത്ഭുതങ്ങളുടെ ജപമാലയായി നമ്മൾ മാറുന്നത് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. പലപ്പോഴും അച്ഛനും പറയുന്നൊരു കാര്യം തന്നെയാണിത്. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് ശക്തമായി നിങ്ങൾ സ്തുതിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴൊക്കെ ഇവിടുന്ന് സ്തുതിക്കാൻ പറയുന്നുണ്ടോ സമയത്തൊക്കെ ശക്തമായി വാ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ സ്തുതിക്കുക. ഇനി ഭാഷയുള്ളവരൊക്കെ ഭാഷാത്തിൽ ശക്തമായി ദൈവത്തെ സ്തുതിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4-ാം രഹസ്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളുടെ ജപമാല അതിൻ്റെ ആരംഭത്തിൽ 2021 ജൂൺ 15 ഇത് ആരംഭിക്കുമ്പോൾ കർത്താവ് തന്ന ദൈവസ്വര സന്ദേശമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന സന്ദേശം. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് 33 തലമുറയും മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാക്കൾ, അബോർഷൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ, ഇവരെയൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ തന്നെ മരണം ഈ സമയം ഓർക്കാം. നമ്മൾ ഒരു ദിവസം മരിക്കും. അതുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഇപ്പം തന്നെ തീരുമാനമെടുക്കാം. നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കാം. നല്ലൊരു മരണം ലഭിക്കാൻ വേണ്ടി ഈശോയോട് നമുക്ക് ഈ സമയം തന്നെ പ്രാർത്ഥിക്കാം. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപ തരണമേന്ന് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ വിശുദ്ധ ജത്രുവിനെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. സ്നേഹമുള്ളവരെ, ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യ രോഗപ്പെടകൾ, പാപശാപ ബന്ധനങ്ങൾ, ഇങ്ങനെ കുറേ മേഖലകളിലാണ് നമുക്ക് വിടുതലും സൗഖ്യം കിട്ടുക. എത്രയോ മാനസിക രോഗികൾക്കാണ് ഈ അത്ഭുതങ്ങളുടെ ജപമാല നിയോഗം വെച്ച് കണ്ട് സൗഖ്യം കിട്ടിയതായിട്ടുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അമ്മയ്ക്ക് മാനസിക രോഗം അത് മാറാൻ വേണ്ടി മകള് നിയോഗം വെച്ച് കാണുകയാണ്. അല്ലെങ്കിൽ മരുമകൾക്ക് മാനസിക രോഗം അത് മാറാൻ വേണ്ടി അമ്മായിയമ്മ ഈ അത്ഭുത ജപമാല ഇങ്ങനെ നിയോഗം വെച്ച് കാണുകയാണ്. അങ്ങനെ 33 ദിവസം 90 ദിവസമൊക്കെ നിയോഗം വെച്ച് പോസ്റ്റൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അത്ഭുത രോഗശാന്തി കിട്ടിയതായിട്ട് ഇവിടുന്നൊക്കെ എത്രയോ സാക്ഷ്യങ്ങൾ പല മേഖലയിലും നമ്മൾ യൂട്യൂബിലും ശാലോം ടി വിയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളുടെ ജപമാല നിങ്ങൾക്ക് മാനസിക രോഗികൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല ഈ ഒരു രഹസ്യത്തിൽ സമർപ്പിക്കാം. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, കുടുംബ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ഇനി മാനസിക രോഗങ്ങൾ മാറിപ്പോട്ടെ. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്ന മാനസിക രോഗങ്ങൾ, പാരമ്പര്യമായിട്ട് ത്വക്ക് രോഗങ്ങൾ, പാരമ്പര്യമായിട്ട് ക്യാൻസർ രോഗങ്ങൾ, പാരമ്പര്യമായിട്ട് അംഗവൈകല്യങ്ങൾ, പാരമ്പര്യമായിട്ട് കടബാധ്യതകൾ, പാരമ്പര്യമായിട്ട് പ്രേമവിവാഹങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഇതെല്ലാം മാറിപ്പോട്ടെ. പാരമ്പര്യ തിന്മകളൊക്കെ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഈശോ വിശുദ്ധ ജത്രുവിനെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന എല്ലാവരും ഉച്ചത്തിലേറ്റ് പറയുക. നിത്യപിതാവേ, ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുകുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും, ലോകത്തിലെ എല്ലാ പാപികൾക്കും, സാർവത്രിക സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. ആമീൻ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. ദേഹശുദ്ധിയായി വിളങ്ങും പുണ്യഗേഹമാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമേർത്തി ശക്തമായി സ്തുതിക്കുന്നു. നല്ലൊരു മരണം ലഭിക്കാൻ ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളെ വിശുദ്ധരാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയൽപ്പക്കത്തു നിന്നൊക്കെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുർമരണം വഴി മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നുള്ള മരണങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, പൈശാചി പീഡകൾ, രക്തചൊരിച്ചിലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ദേശത്ത് നിന്ന് മാറിപ്പോട്ടെ. ആലുലി 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 ആലുലിയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കരുണയായിരിക്കണേ. ആലുലി 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 ആലുലിയ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് അഞ്ചാം ദിവരഹസ്യം, ദുഃഖത്തിൻ്റെ അഞ്ചാം ദിവരഹസ്യത്തിൽ ഈശോ കുരിശിൽ മരിക്കുന്നു എന്നതിനെ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തെ പ്രധാനമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പരസ്യജീവൻ നയിച്ച് വചനം പ്രസംഗിച്ചു, പിന്നീട് പാടുപീഡകൾ സഹിച്ച് മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഇതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ലക്ഷ്യം തന്നെ പരിശുദ്ധാത്മാവാണ്. ഈ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയുടെ ലക്ഷ്യം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുക എന്നതാണ്. അതുകൊണ്ട് ഈ സമയം പരിശുദ്ധാത്മാവിനെ നിറയാൻ ഈ സമയം നമ്മൾ ആഗ്രഹിക്കുക. മാമോദിസയിലൂടെ, ശരീരലേപനത്തിലൂടെ, കുദാശകളിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ വേണ്ടി ഈ സമയം ആഗ്രഹിക്കാം. ലോകം മുഴുവനും പരിശുദ്ധാത്മാവ് നിറയണം. നമ്മുടെ ശത്രുക്കളും മിത്രങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയണം. അതുകൊണ്ട് ഈ സമയം ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ക്ഷമിക്കാൻ പറ്റാത്തവരൊക്കെ ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് വന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയണം. ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അപ്പോൾ നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുക. അപ്പോൾ നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ശത്രുക്കൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളെ, ഞങ്ങളെ ദ്രോഹിക്കുന്നവർ, ഞങ്ങളെ വേദനിപ്പിച്ചവർ എല്ലാവരും പരിശുദ്ധാത്മ നിറയ്ക്കണേ. ഇനി നമ്മൾ വേദനിപ്പിച്ചവരുണ്ട്, അവരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കണേ. എല്ലാവരെയും പരിശുദ്ധാത്മ നിറയ്ക്കണേ. നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരെയും, ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം, നീതി അന്വേഷിക്കുക, ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33. ദൈവരാജ്യം എന്നാൽ തിന്നലും കുടിക്കലല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയുക. ഈ ഒറ്റ ലക്ഷ്യം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം
ഓരോ മേഖലകളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഏൽ റുഹ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൊച്ചു ധ്യാന കേന്ദ്രം ഏൽ റുഹ ധ്യാന കേന്ദ്രത്തെ പരിശുദ്ധാത്മാവിന് നമുക്ക് സമർപ്പിക്കാം. ഏൽ റുഹ, ഏൽ എന്ന് വെച്ചാൽ ദൈവം, റുഹ എന്ന് വെച്ചാൽ ആത്മാവ്, ഏൽ റുഹ എന്ന് വെച്ചാൽ ദൈവാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ധ്യാന കേന്ദ്രത്തെയും ധ്യാനങ്ങളെയും കൺവെൻഷനും ഒക്കെ സമർപ്പിക്കാം. നാടെങ്ങും വിദേശത്തും സ്വദേശത്തും വലിയ വലിയ ഏൽ റുഹ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ നടത്തപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ദേശങ്ങളിലും നിങ്ങളുടെ ഇടവുകളിലൊക്കെ രൂപതകളിലൊക്കെ ഏൽ റുഹ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ ഉയർത്തപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായ രീതിയിൽ ഈ ഏൽ റുഹ ശുശ്രൂഷകൾ ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഏൽ റുഹ ധ്യാന കേന്ദ്രം ലോകത്തിനൊരു അനുഗ്രഹമായി തീരാൻ, അന്ത്യകാല അഭിഷേകം ഈ ഏൽ റുഹ ധ്യാന കേന്ദ്രം പൊട്ടിപ്പുറപ്പെടാൻ, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആൾക്കാർ ഈ ഏൽ റുഹ ധ്യാന കേന്ദ്രത്തിലേക്കും ധ്യാന ശുശ്രൂഷകളിലേക്കും കടന്നു വരാൻ, നാനാജാതി മതസ്ഥർ കടന്നു വരാൻ ഈ സമയം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചവർ ഒരുപാട് മക്കളാണ്. ഇവിടേക്ക് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവർ, അവരെ നമുക്ക് സമർപ്പിക്കാം. ഈ സെൻറ്ററിനെ, ഈ ഏൽ റുഹ ധ്യാന കേന്ദ്രത്തെ സാമ്പത്തികമായി സഹായിക്കുന്നവർ ഒരുപാട് മക്കളുണ്ട്, അവരെ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ വന്ന് ഇതുവരെ ധ്യാനിച്ച് പോയവർ, ഇവിടുത്തെ പ്രധാനപ്പെട്ട 4 ശുശ്രൂഷകൾ, ഇപ്പം നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അത്ഭുതജപമാല, വിശുദ്ധ അന്തോണീസ് നൊവേന എന്ന ശുശ്രൂഷ, ശാലോമിലൂടെയുള്ള എല്ലാ ശനിയാഴ്ചയുള്ള ഏൽ റുഹ ദൈവവചന ശുശ്രൂഷ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ഇവിടുത്തെ താമസമുള്ള ധ്യാനങ്ങൾ, ഇവിടുത്തെ ഏകദിന ബൈബിൾ കൺവെൻഷൻ എല്ലാ ശനിയാഴ്ചയും സമർപ്പിക്കാം. അങ്ങനെ മറ്റെല്ലാ പുറമേയുള്ള ഇടവുകളിലും മറ്റ് സ്ഥലങ്ങളിലുള്ള ധ്യാനങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഒപ്പം തന്നെ എല്ലാ ധ്യാന മന്ദിരങ്ങളെയും സമർപ്പിക്കാം. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. വൻകൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളൊക്കെ ഈ ഏൽ റുഹ ശുശ്രൂഷകളിലൊക്കെ സംഭവിക്കട്ടെ, എല്ലാ ധ്യാനമന്ദിരത്തിലും സംഭവിക്കട്ടെ എന്ന് നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നമ്മൾ ശക്തമായ രീതിയിൽ ഒരുമിച്ച് ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾക്ക് വേണ്ടി ഈ സമയം നമ്മൾ നന്നായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഈ സെൻറ്ററിനെ പ്രത്യേകം സമർപ്പിക്കുക, എല്ലാ ധ്യാന സെൻറ്ററിനും സമർപ്പിക്കുക. ഒപ്പം തന്നെ മാർപ്പാപ്പ, കൽദനാൾമാർ, മെത്രാന്മാർ, വൈദികർ, വചനപ്രഘോഷകർ, ധ്യാനമന്ദിരങ്ങൾ, കൺവെൻഷനൊക്കെ സമർപ്പിക്കാം. ഈ ഏൽ റുഹ ധ്യാന കേന്ദ്രം ഉൾപ്പെടുന്ന ഇവിടുത്തെ താമരശ്ശേരി രൂപതാധ്യക്ഷനെ സമർപ്പിക്കാം. അതിന് ചുറ്റുള്ള 50 ലക്ഷം പേരെ സമർപ്പിക്കുക. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയ്ക്കും. ഇവിടുത്തെ ശുശ്രൂഷകർ, അടുക്കള ആൾത്താരെ ശുശ്രൂഷ ചെയ്യുന്നവർ, നല്ല നല്ല വൈദികർ, ശുശ്രൂഷകരെ ഈ ധ്യാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണേ എന്ന ആഗ്രഹത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു: പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്രോസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ അവരുടെ സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ അവരുടെ സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആശുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. സ്വർഗത്തിലേക്കു നയിക്കും പുണ്യവാദായനമേ, പാടി ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരമൊത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജപമാലയിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുത്തിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പോരല്ലോ ശബ്ദമേത് സ്തുതിക്കുന്നു. അല്പസമയം സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ഹാലുലിയ, ഹാലുലിയ. ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തകർച്ചകളോത്ത് സ്തുതിക്കുന്നു. ബലഹീനത, രോഗങ്ങൾ, അപമാനം, നിന്ദനം, പരിഹാസം, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, കളിയാക്കല്, വിമർശനങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിനോത്ത് സ്തുതിക്കുന്നു. പരാജയങ്ങളോത്ത് സ്തുതിക്കുന്നു. എൽറുഹായിൽ എല്ലാ ശുശ്രൂഷകളെ സമം സ്തുതിക്കുന്നു. ഇവിടെ വൈദികരുടെ ധ്യാന സിസ്റ്റേഴ്സും ധ്യാനത്തെ സമം സ്തുതിക്കുന്നു. കർത്താവേ, ഹാലുലിയ, 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 ഹാലുലിയ. എല്ലാ ധ്യാന മന്ദിരങ്ങളെ സമം സ്തുതിക്കുന്നു. എല്ലാ പിതാക്കന്മാരെ സമം സ്തുതിക്കുന്നു. തിരു സഭയെ സമം സ്തുതിക്കുന്നു. നല്ല നല്ല ദൈവവിളികൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല വൈദികർ സിസ്റ്റേഴ്സ് ആത്മായ ശുശ്രൂഷകർ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലുലിയ, 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 ഹാലുലിയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് യേശുവിലേക്ക് നോക്കി. താതനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. എൻ്റെ പേര് അനു. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ചെമ്മണ്ട ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി, ലാപ്രോസ്കോപ്പി എല്ലാം ചെയ്തു. അതിനുശേഷം പുറത്തുശ്ശേരിയിൽ പള്ളിയിൽ അൽറുഹ കൺവെൻഷൻ നടന്നായിരുന്നു. ഫെബ്രുവരി മാസത്തിലാണ് കൺവെൻഷൻ നടന്നത്. അന്ന് ഒരു ബ്രദറിന് കൗൺസിലിങ്ങിന് പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നു, മക്കളുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ സാക്ഷ്യം പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാക്ഷ്യം പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അന്ന് തന്നെ അച്ഛൻ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം മക്കൾ തന്ന അനുഗ്രഹിക്കുന്നു, നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ കൺവെൻഷൻ കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി.
ഒക്ടോബർ 30 ഞങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ തന്ന് അനുഗ്രഹിച്ചു. നല്ലൊരു കൈയടി കൊടുത്ത്, നല്ലൊരു കൈയടി. 10 വർഷത്തിന് ശേഷം അല്ലേ? 10 വർഷത്തിന് ശേഷം കണ്ടില്ല, പെങ്കൊച്ചിനും ഭർത്താവിന് മനസ്സിലായി. കാര്യങ്ങളടിച്ച് നമുക്ക് തന്നവരെയാം. എൻ്റെ പേര് ആനി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സെപ്റ്റംബർ 7-ാം തീയതിയോളം താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചൊവ്വാഴ്ച പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അമ്മ മരിച്ചിട്ട് അമ്മയുടെ പേഴ്സ് കയ്യിലിരിക്കുന്ന ഒരു മകൾക്ക് ഭയങ്കര ഗ്യാസിൻ്റെ അസുഖം ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. 12 മരിച്ചവരോട് കുർബാന ചെല്ലാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നൊടുങ്ങി എനിക്കത് ഭയങ്കരമായിട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് ആ പേഴ്സ് കത്തിച്ച് കളയാൻ പറഞ്ഞു. അത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം ഇന്ന് വരെ ആ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല. പക്ഷെ ഗ്യാസിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര അസുഖമായിരുന്നു. അടുത്തുള്ള വീട്ടുകാരെന്നോട് ചോദിക്കും, ചേച്ചിക്ക് എന്താ ഇങ്ങനെ ഇത്ര ഇതിങ്ങനെ രാവിലെയൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നാലും ഭയങ്കര ഗ്യാസായിരുന്നു. പിന്നെ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും കൂടുതൽ ഇങ്ങനെ ഇതിൻ്റെ അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറ്. അതിനുശേഷം ഇന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് നന്ദി പറയാൻ വലിയ സാക്ഷിയാണ് നമ്മൾ കേട്ടത്. എൻ്റെ പേര് ജെയിംസ്. കോഴിക്കോട് ജില്ലയിലുള്ള കൂരാച്ചുണ്ട് ഇടവയിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടുന്നത് 2024 മെയ് 5-ാം തീയതിയാണ്. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ മകനും ഉണ്ടായിരുന്നു ഇവിടെ ധ്യാനത്തിന്. അതിന് മുൻപ് എനിക്ക് 25 വർഷമായിട്ട് അനീമിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരും. മൂക്കിൽ നിന്ന് ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആകണമെങ്കിൽ കുറേയേറെ സമയമെടുക്കും. എത്ര കാലമായിട്ടുണ്ട് ഈ രോഗം? 25 വർഷമായി. 25 വർഷമായി. ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ വരും. മൂക്കിൽ നിന്ന് വരും, ബ്ലഡ് വരും. ഞാൻ ജോലി സ്ഥലത്തായാലും പിന്നെ യാത്രയിൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത്. ധ്യാനത്തിൻ്റെ ആദ്യത്തെ 2 ദിവസവും എനിക്ക് ഇവിടുന്ന് തന്നെ ബ്ലീഡിങ് ഉണ്ടായി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതുണ്ടായി. എനിക്ക് ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ എഴുന്നേറ്റ് പോയി. 3-ാമത്തെ ദിവസം, ബുധനാഴ്ച ദിവസം രാത്രിയിലുള്ള ആരാധനയിൽ ഒരു ബ്രദർ ഇവിടെ വിളിച്ച് പറയുന്നത് കേട്ടു, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുവെന്ന്. ഞാൻ വിശ്വസിച്ചു, അത് ഞാൻ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം ഇത് 1000-1-2 പേർക്ക് മാത്രം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണെന്ന് ഞാനത് വിശ്വസിച്ചു. പക്ഷേ ഞാനത് അന്നേരം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുകയില്ലായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു, ഇത് എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷവും 3 മാസമായി. ഇതുവരെ പിന്നെ വന്നിട്ടില്ല. അത് വന്നിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, 25 വർഷമായിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥ, മനസ്സിലായോ? ഇതാണ് അത്ഭുതകരമായ ഒരു ബ്രദർ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടോ, മൂക്കിൽ നിന്ന് അത് വിളിച്ചു പറയുകയാണ്. അത് ശ്രദ്ധിക്കുക. എൽഡർഹൈഡ് ഒരു വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരാളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കർത്താവ് സുഖപ്പെടുന്നു. ഇതിവിടെ വിളിച്ചു പറയുകയാണ്, അല്ലാണ്ട് യാദൃശികമായിട്ട് സംഭവിക്കുന്നതല്ല. തന്നെ അത് മാറിപ്പോയി അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് കരുതുക. അതെങ്ങനെയാവുക, തന്നെ മാറിപ്പോയിട്ടുണ്ടാവും അങ്ങനെ. അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, മരുന്നിൻ്റെ ഫലമായിരിക്കും മാറിയത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കും. വിളിച്ചു വന്നപ്പോൾ ബോധ്യമായി. കണ്ടോ, മനസ്സിലായോ? ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചില്ലേ, നിങ്ങൾ 10 പേരല്ലേ സൗഖ്യപ്പെട്ടത്? ഈ വിജാതീനല്ലാതെ വേറെ ആൾക്കും തിരിച്ചു വന്ന് നന്ദി പറയാൻ തോന്നിയില്ലേ? മനസ്സിലായോ? എന്തൊരു വലിയ സൗഖ്യ. പ്രൈസലാ. എനിക്ക് രോഗശാന്തിയിൽ എനിക്കൊരു വിശ്വാസം ഇല്ലാത്ത ഒരാളും കൂടിയായിരുന്നു. ഞാൻ പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, പക്ഷെ രോഗശാന്തിയിൽ മാത്രം എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇത് ദൈവം എനിക്കൊരു അടയാളമായിട്ട് കാണിച്ചു തന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ നന്ദി. എൻ്റെ പേര് ഡെൽഫിന, കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 5 വയസ്സുള്ള മോന് ഇടയ്ക്കിടയ്ക്ക് പനിയും ഛർദിയുമാണ്. ഈ ഛർദി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക കഴിച്ചാലും വീണ്ടും ഛർദിക്കും. അത്രയ്ക്ക് ഛർദിയാണ്. ലാസ്റ്റ് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആകേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ ഇടവകയിൽ എൽറുക കൺവെൻഷൻ നടക്കുന്നത്. ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു മദ്യക്കുപ്പികളെല്ലാം എടുത്തു മാറ്റാൻ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലാരും മദ്യപിക്കുന്നവരാരും ഇല്ല. 2-ാമത്തെ ദിവസം അച്ഛൻ പറയുന്നു മദ്യക്കുപ്പിയിൽ വൈന്, നെല്ലിക്ക വൈന്, ചാമ്പയ്ക്ക
വൈനൊക്കെ സൂക്ഷിച്ചു വെച്ചവർ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞു. നെല്ലിക്ക, വൈന്, തേനൊക്കെ ഞങ്ങൾ മദ്യക്കുപ്പിയിലായിരുന്നു ഒഴിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം എടുത്ത് മാറ്റി കളഞ്ഞു. 1 വർഷമായിട്ട് പനിയോ ഛർദിയോ ഒരു പ്രശ്നമില്ല മോന്. അന്ന് ആ ധ്യാനത്തിലൂടെ അച്ഛന് അതെല്ലാം ഒഴിവാക്കിയില്ല, വീട്ടിൽ ചെന്നിട്ട് അതെല്ലാം മാറ്റിയില്ല. വീഞ്ഞ്, ബീറ്, കള്ള് അല്ലെങ്കിൽ മദ്യക്കുപ്പി എല്ലാം അവസാനിപ്പിച്ചു. എല്ലാം ഒഴിവാക്കിയതോടുകൂടി കൊച്ചിൻ്റെ രോഗവും മാറി, എല്ലാം മാറി. അച്ഛൻ വിലങ്ങാട് പള്ളിയിൽ കൺവെൻഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ 5 വയസ്സായുള്ള ഈ മോന് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് സ്ഥിരം നമ്മൾ വയറ് കഴിക്കാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു. ഇവിടുത്തെ തേനും ഒലിവ് ഓയിലും കഴിച്ച ശേഷം ഇപ്പോൾ 1 വർഷമായി ഡെയിലി അവന് ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. കണ്ടോ? എൻ്റെ പേര് ഷോളി, തൃശ്ശൂർ ജില്ലയിലെ കോട്ടന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2024 സെപ്റ്റംബറിൽ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നിരുന്നു. ഞാൻ പോകുന്ന വെള്ളിയാഴ്ച കഴിയും. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം വരെ എനിക്കൊരു അനുഭവമായിട്ട് ഇങ്ങനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ അനുഭവം അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഈശോനോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ വന്നു എന്ന് എനിക്ക് തെളിവ് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഷോളിയെ അനുഗ്രഹിക്കുന്നു, ഷോളിയോട് ദശാംശം കൊടുക്കാറില്ല എന്നും അത് കൊടുത്ത് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. കണ്ടോ? പേരെടുത്ത് പറയാണ്. ദശാംശത്തിന് നല്ലൊരു ഉദാഹരണമായി പറയണേ കേട്ടോ. എന്നിട്ട് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവിടെ നിന്നൊരു ചേട്ടൻ ഇവിടേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ആ ചേട്ടനിൽ ദശാംശമായിട്ട് ഇവിടേക്ക് കൊടുത്തയച്ചു. പിന്നെ എൻ്റെ ഇടവകയിൽ ഏകദിനം നടക്കുന്നുണ്ട്, അതിനും ഒരു ദശാംശം കൊടുത്തു. അതിന് ഫലമായിട്ട് ഏപ്രിൽ ആയപ്പോഴേക്കും 11 വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിങ് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നിരുന്നില്ല. അത് നടന്നു. കൂടെ അതിൻ്റെ ഡ്രസ്സ് പണി വരെ നടന്നു. പിന്നെ മകന് വണ്ടി മേടിക്കുന്ന 4 കൊല്ലമായിട്ട് ആഗ്രഹിച്ച് നടന്നത്, അത് സെപ്റ്റംബർ ആയപ്പോൾ വണ്ടി മേടിക്കാനായിട്ട് സാധിച്ചു. പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 16-17 കൊല്ലമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതും സാധിച്ചു. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് വെച്ചാൽ അത്ഭുത ജപമാല ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പക്ഷെ നിയോഗമൊന്നും ഞാൻ വെക്കാറില്ല, കാണാറുള്ളൂ. അങ്ങനെ ഇരിക്കില്ല. പെട്ടെന്ന് എൻ്റെ താലി കാണാണ്ടായി. കുറേ നാൾ മുന്നും ഒരു വട്ടം താലി പോയി, അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് മേടിച്ചതാണ്. ആ താലി പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ തന്നെ കിട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ വിചാരിച്ചു ഇനി അത്ഭുത ജപമാല നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നിയോഗം വെച്ച് 33 ദിവസം നിയോഗം വെച്ചു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ താലി കിട്ടി. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഭൂതോച്ചാരണ വസ്തുക്കളുടെ പ്രാധാന്യമാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി അറിവുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ? ഫാദർ ഗബ്രിയേൽ അമോത്ത്, സഭയിൽ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആയിരുന്ന ഫാദർ ഗബ്രിയേൽ അമോത്ത്, അത് സഭ അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകം എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി. പ്രധാനമായിട്ട് ഭൂതോച്ചാരണ വസ്തുക്കൾ ഈ ഹന്ന വെള്ളം, ഹോളി വാട്ടർ, പിന്നെ ഒലിവ് ഓയിൽ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, മറ്റൊന്നാണ് വെഞ്ചിരിച്ച ഉപ്പ് അല്ലെങ്കിൽ വെഞ്ചിരിച്ച തേൻ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വെഞ്ചിരിച്ച തേനിൻ്റെ ഉപയോഗത്തെ പറ്റി പറയുമ്പോൾ അതിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി അല്പം തേൻ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മദ്യപാനാസക്തി മാറിക്കിട്ടാനും, ലഹരി വസ്തുക്കളുടെ അടിമത്തം മാറിക്കിട്ടാനും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കുദാശകൾ വിശ്വാസമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അമിതമായ പിടിവാശി, അമിതമായ ജഡികാസക്തി, ഹൈപ്പർ ആക്ടിവിറ്റി, വിഭ്രാന്തി, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, മുഖക്കുരു, മുഖത്തിലെ പാടുകൾ, അല്ലെങ്കിൽ പഠിക്കാൻ തടസ്സമുള്ളവർ, അല്ലെങ്കിൽ തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ടവർ, ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാനും സൗഖ്യം കിട്ടാനൊക്കെ വെഞ്ചിരിച്ച തേൻ കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ തന്നെ വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, അത് എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാൻ, സോറിയാസ് ഉൾപ്പെടെയുള്ള എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാനും, അലർജി രോഗങ്ങൾ, മുടികൊഴിച്ചിൽ, താരൻ്റെ ശല്യം, പേൻ ശല്യം, മൂക്കുരു, ഇങ്ങനെ പൈൽസ്, ഫിസ്റ്റുല, അനൽ ഫിഷർ, ഇങ്ങനെയുള്ള മൂക്കടപ്പ്, അഡിനോയിഡ്, ഇതൊക്കെ മാറിക്കിട്ടാൻ. ഇപ്പോൾ മൂക്കടപ്പൊക്കെ മാറിക്കിട്ടാൻ മൂക്കിൽ പുരട്ടുക, വിറ്റ്സ് പെട്ടണ പോലെ മൂക്കിൽ പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ശരീരത്തിലെ മുഴകൾ മാറിക്കിട്ടാൻ, ഇങ്ങനെ ബ്രസ്റ്റിലെ മുഴ, തലയിലെ മുഴകൾ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ വേദന, നടുവേദന, കൈമുട്ടുവേദന, കാൽമുട്ടിലൊക്കെ മാറിക്കിട്ടാൻ, ഇങ്ങനെ തെറ്റായ പ്രേമബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെ മാറിക്കിട്ടാൻ. ഇങ്ങനെ കൈവിഷം വയറ്റി പോയിട്ടുണ്ട്, അതുമൂലം ഉണ്ടാകുന്ന പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഈ കൈവിഷം കളയാനും ഈ വെഞ്ചിരിച്ച തേൻ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ അത് കഴിക്കുന്നതും 2 സ്പൂൺ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങളാണെങ്കിൽ അവിടെ പുരട്ടുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നാണ് വെഞ്ചിരിച്ച കല്ലുപ്പ്.
അത് ഉപയോഗിക്കുന്നത് ക്ഷുദ്രജീവികളുടെ ശല്യത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ, ബന്ധനങ്ങൾ അഴിയാൻ, കൃഷിസ്ഥലം ഫലഭൂയിഷ്ടമാകാൻ, സ്ഥലവിൽപ്പന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ, തുടർച്ചയായി രോഗപീഠകൾ ഭവനങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടാൻ, വളർത്തുമൃഗങ്ങളുടെ രോഗപീഠകൾ മാറിപ്പോകാൻ, ശരീരത്തിലെ രോഗപീഠകൾ മാറിപ്പോകാൻ ഭക്ഷണത്തിൽ ചേർക്കുന്നതും വെള്ളത്തിലിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ കലങ്ങിയ വെള്ളം, ഉപയോഗശൂന്യമായ വെള്ളം, അത് വിശുദ്ധീകരിക്കപ്പെടാൻ വെഞ്ചരിച്ച കല്ലുപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കല്ലുപ്പ് ഇങ്ങനെ വെതറിയിടുമ്പോൾ എങ്ങനെയാണ് ഇടേണ്ടത്? ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഇടുകയാണെങ്കിൽ ശക്തിയിൽ വെതറിയിടണം. ശക്തിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വെതറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ മഹാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുക്കണം. കർത്താവേ, ഈ കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ, ഈ വസ്തുക്കളിലൂടെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ഏൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം. ഒട്ടും വരാൻ പറ്റാത്തൊരു വിദേശത്ത് അങ്ങനെയുള്ളവർ മാത്രം അത് വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ ഈശോയ്ക്കൊരു മഹത്വം കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മഹാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൽ തന്നെ പെട്ടതാണ് ഈ കുന്തിരിക്കയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മറ്റു വസ്തുക്കളും നോക്കി ആ രീതിയിൽ നമുക്ക് വ്യഞ്ചരിച്ച കുന്തിരിക്കം ഉപയോഗിച്ച് എല്ലാ ദിവസവും ബന്ധന പ്രാർത്ഥന ചൊല്ലി ആ വീടൊക്കെ ഹന്നാവളൊക്കെ തെളിച്ച് കുന്തിരിക്കം പോക്കുന്നതൊക്കെ നല്ലതാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, സ്നേഹമുള്ളവർ, ഇവിടുത്തെ അച്ഛന് ഈ കഴിഞ്ഞ നാളുകളിൽ ഇറക്കിയൊരു പുസ്തകമാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേരുള്ള ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾക്ക് ഏൽറുഹ സ്റ്റോളിൽ നിന്ന് മാത്രമാണ് ലഭ്യമായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിദേശത്തോ ദൂരെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഈ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. മറ്റു കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്ന ഏൽറുഹ ശുശ്രൂഷകളിൽ ഒരു 80% അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ, ആ പേര് പറയുന്നത് പോലെ തന്നെ ഇത് സ്വർഗം അച്ഛന് തന്ന വെളിപ്പെടുത്തലുകളും സന്ദേശങ്ങളും അച്ഛൻ്റെ ഇത്ര നാളത്തെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളും അറിവുകളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇവിടുത്തെ ഈ ധ്യാന കേന്ദ്രത്തെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ധ്യാന കേന്ദ്രത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കാം. നിങ്ങളുടെ ചെറുതും വലുതുമായ ദശാംശം നിങ്ങൾ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇവിടുത്തെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു തന്ന് നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. ഇക്കാര്യത്തിലും നിങ്ങൾ ഓഫീസുമായി കോൺടാക്ട് ചെയ്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തൽ. ഒരുപാട് പേര് അതിന് മുന്നോട്ട് വരുന്നു. ആ സെൻറ്ററിന് വലിയൊരു സഹായമാണ്. 10,000 രൂപയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഒരു ദിവസം വലിയ ചിലവാണ് വരിക. അന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൗൺസിലിങ്, ഭക്ഷണം, കുമ്പസാരം, ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും എല്ലാറ്റും അത് ഈ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തുന്നവരെല്ലാവരും കൂടി അത് നടത്തുകയാണ്. അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നന്ദിയായിട്ട്, നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടും, അബോർഷൻ ചെയ്തതിൻ്റെ പാപത്തിന് പരിഹാരമായി, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയി അവരുടെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ ജോലി കിട്ടിയതിൻ്റെ നന്ദിയായി, അങ്ങനെ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം, വെഡ്ഡിങ് ആനിവേഴ്സറിനൊക്കെ നന്ദിയായി നമുക്ക് ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. നിങ്ങൾക്കും അതിലൂടെ അനുഗ്രഹം കിട്ടും. അതും ഈ സെൻറ്ററിനും വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പം അങ്ങനെയുള്ള മക്കൾ, അതിന് താല്പര്യമുള്ളവരും ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നിയോഗങ്ങളും ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്, പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിതങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിതേ. കൂപ്പു കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയും മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങളുടെ എല്ലാ വിപൽസന്ധികളിലും ആശ്രയവും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ ആ വിശുദ്ധൻ്റെ സഹായം തേടി വന്നിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ നിറയുവാനും ആ വിശുദ്ധനിൽ പ്രശോഭിച്ചിരിക്കുന്ന സാൻമാർഗിക പുണ്യങ്ങൾ അനുകരിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമക്കളും ഉണ്ണീശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധിയും അപേക്ഷകൾ അസംഖ്യങ്ങളുമാകുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അപേക്ഷകളും ഈ സമയം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തൃക്കനിൽ കൂടി ഉണ്ണീയേശുവിനും ദൈവപിതാവിനും ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ സുവിശേഷ സുഹൃതങ്ങളാൽ ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച വിശുദ്ധ അന്തോണീസേ, ഭൗതിക വ്യാമോഹങ്ങളിലും ശാരീരിക ദുർമോഹങ്ങളിലും ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആവശ്യമായ പ്രകാശത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാൽ നിറഞ്ഞവനായ വിശുദ്ധ അന്തോണീസേ, ഈ സുഹൃതങ്ങളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാധ്യസ്ഥം തേടി വരുന്ന ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ സംതൃപ്തനാക്കുന്ന വിശുദ്ധ അന്തോണീസേ, അനവധിയായ ആവശ്യങ്ങളും അനവധിയായ യാചനകളുമായി ആശയോടെ അങ്ങേ പക്കൽ ഓടി വരുന്ന ഞങ്ങളെ കൈവെടിയരുതെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്യാസ ഭവനത്തിന്റെ കാന്തതയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും എളിയ ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹോദരങ്ങൾക്ക് സന്തോഷവും സേവനവും അർപ്പിച്ച് വിശുദ്ധീരൗന്നത്യത്തിലെത്തിയ വിശുദ്ധ അന്തോണീസേ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ ഇഷ്ടവും സഹോദരങ്ങളുടെ നന്മയും ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടുന്നു. അത്ഭുത പ്രവർത്തനത്താ സുപ്രസിദ്ധനാം വിശുദ്ധനെ, പാതുവായിലെ അന്തോണി, പാരിതിൽ കൃപ ചൊരിയണേ. പുണ്യെ വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ മാധ്യസ്ഥനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. യേശുവിൻ്റെ പക്കൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വാർത്ഥതയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും മാത്സര്യബുദ്ധിയും വെടിഞ്ഞ് യേശു കാണിച്ചു തന്ന പാതയിലൂടെ നടക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കാണാനും ദൈവസ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ആവശ്യങ്ങൾ പറയാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികൾ അങ്ങയുടെ കൂടെ സകലരിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള നമ്മുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയിൽ പ്രശോഭിച്ചിരിക്കുന്ന ദൈവസ്നേഹവും ജീവിത വിശുദ്ധിയും വഴി
സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അമൂല്യവരങ്ങളാ ദൈവം അങ്ങയെ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസ് അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനും എല്ലാ ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്ന് മോചിതരാകാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ക്ഷുദ്രജീവികളുടെ ആക്രമണം രക്ഷ നേടാനും കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടാനും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ അസ്വസ്ഥതകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവത്തിൻ്റെ മനസ്സിന് വിധേയമായി ദൈവപരിപാലന വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ആകുലതയും ആശങ്കകളും കൂടെ ജീവിക്കാനും നിത്യജീവിതത്തിൽ അങ്ങയോടുകൂടെ പങ്കുചേരാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നൽകണമെന്ന് പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ശക്തിയായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാറ്റിനും പ്രതി എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്നു. നമ്മൾ ജപമാലയിൽ സമർപ്പിച്ച ആവശ്യങ്ങൾ, നമ്മൾ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി സമർപ്പിച്ച ആവശ്യങ്ങൾ എല്ലാം സമർപ്പിച്ച് ആരാധിക്കുന്നു. ലോകം മുഴുവനെ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. യേശുവിനെ എല്ലാവരും ഏക രക്ഷകനും നാഥനുമായി സ്വീകരിക്കട്ടെ. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാന. ഗലാത്യ 6:15 വചന അഭിഷേകം നിറയട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ച് എല്ലാവരും ആരാധിക്കും. കൊച്ചുകുട്ടികളടക്കം കരങ്ങളടിക്കുന്നു. ബാലന്മാര്, വൃദ്ധന്മാര്, യുവതി യുവാക്കന്മാർ എല്ലാവരും കരങ്ങളടിച്ച് ആരാധിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവി ജ്വലിച്ചിടട്ടെ, ആത്മാവി ജ്വലിച്ചിടട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവി ജ്വലിച്ചിടട്ടെ, ആത്മാവി ജ്വലിച്ചിടട്ടെ. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി നിറഞ്ഞിടുന്നു, ശക്തിയായി നിറഞ്ഞിടുന്നു. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി നിറഞ്ഞിടുന്നു, ശക്തിയായി നിറഞ്ഞിടുന്നു. കരമുയർത്തിച്ച് ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. എല്ലാവരും ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകം. സ്വരമുയർത്തി കരമുയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരല്ലോ പോരല്ലോ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവ, പുത്രനായ ദൈവ, പരിശുദ്ധാത്മാവായ ദൈവ, അമലാത്മാ പറയുമേ. മാലാഖമാര്, മുഖ്യ ദൂതന്മാര്, സ്വർഗ്ഗത്തിൽ വിശുദ്ധര്, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഈ അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധ അന്തോണീസ് നൊവേന ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നു അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെട്ട് തിരത്തെത്താൻ കഴിയണമേ. സകല ക്ഷുദ്രം, മന്ത്രവാദ, അപചാര, ഗുണോത്ര, ദുഷ്ടദോഷം, പൈശാചി, അക്കപീഡന, ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വസനായ ദൈവത്തിലെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് പരിശുദ്ധ കന്യാമരി സത്യരും അധിസ്ഥാനം നികാർ അപ്പ ഗബ്രിയ മാരാമാട്ട് സത്തമായ സാന്ത സംരക്ഷത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവനം സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്ത്രത്തിലോ ഭക്ഷണം കടന്നുവന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാപഞ്ചികമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:1 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്നി വചന ശക്തിയ സകലവിധ പ്രകൃതിശോഭയും ഇടിമിന് ഇടിവെട്ട് നാശനഷ്ടങ്ങള് പുറപ്പ് ഉദ്ദേശ വാശി വരാൻ തർക്കം കലകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികള്
ജടികാ ദ്രവ്യാസ് കോപാസ് ഭക്ഷണാസിദ്ധി സ്വയംഭോഗ സ്വർഗബോധ തെറ്റായ ബന്ധങ്ങളെ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹതടസ്സം ജോലിതടസ്സം വിൽപ്പനാശം യാത്രാസം പഠനാസം കോടതിയിൽ സാമതിയുണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരന്റെ ബാഹ്യങ്ങൾ ചെറുത് രോഗപ്പെടല് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ചു പ്രാർത്ഥിക്കും സുഖിച്ചു പ്രാർത്ഥിക്കും വയനമാക്കിയ രോമാചരണ തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങള് സന്ദേശങ്ങളുടെ തടസ്സങ്ങള് വന്യജീവികള് ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങള് എനിക്കൊരു ശുശ്രൂഷകരെ വരുന്ന അപവാദ പ്രചരണങ്ങൾ ദുഷ്പ്രചരണങ്ങൾ കുടിയാലോചനകള് അതിന്റെ പിന്നെ പൈശാചികരിപ്പ് അന്താചതി സാധാരണ ദൂട്ടചതികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ഈശോയുടെ കുറിച്ച് നാട്ടിപ്പായിക്കുന്നു. ഇനി മേലപിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയിലോ ഈ ധ്യാനിക്കുന്നവരിലോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരിലോ ധ്യാനസ്ഥലോ മുളച്ചു വളർന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. വിളിച്ചോ 3 പ്രാവശ്യം യേശുവെ എന്ന് വിളിക്കുന്നു. യേശുവേ 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 കരം വെച്ച് ആരാധിക്കുന്നു. ഭൂതങ്ങളോടും ശാപങ്ങൾ നീങ്ങും യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. ഭൂതങ്ങളോടും ശാപങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. രോഗങ്ങൾ മാറുന്നു ക്ഷീണങ്ങൾ നീങ്ങും യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. രോഗങ്ങൾ മാറുന്നു ക്ഷീണങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. കരമുയർത്തി ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ. സ്വതന്ത്രമായി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ ഭാഷയുള്ള ഭാഷ സ്തുതിച്ച് ആലുലി 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 ആലുലി. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു, വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു, ബന്ധനങ്ങൾ അറിയാൻ വേണ്ടി സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനിൽ നിന്ന് ഇറങ്ങി വന്ന് തുറന്നമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ശ്രദ്ധിച്ച് Albi maladi mabalo di basa mi madi makalate me badi balata baba mabada balati me badalata baba basala obi me madi malaka mama mada maladi mamadia shidi zabe ala mada balata mama bada bahala mama bada bala chalata shidi aluli 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 sudiche aluli 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 ellaru sudiche aluli 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 ellaru sudiche aluli 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 Chamala baba bada balata mama bada malata mama bada malata mama chamala mama bada malata me madi malakala mama mama sabahala bala 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 mama chamala ka mama bada malata mama bada balata mama bada malakala mama sabahala mama bada malakala bala 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 Maladi me madala hala mama bada bala 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 shidi സ്തുതിക്കുന്നു സ്വസ്ഥാന്തിരുന്നുകൊണ്ട് സ്തുതിക്കുന്നു എല്ലാവരും സ്തുതിക്കുക ശക്തമായി സ്തുതിക്കുക ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുക സ്വസ്ഥാന്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക എല്ലാവരും സ്തുതിക്കുക ഇത് കാണുന്ന എല്ലാവരും സ്തുതിക്കുക പരസ്പരം പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മെപ്പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്തുതിക്കുന്നു നമ്മൾ ഈ ജപമാലയിലും ഈ നൊവേനയിലും സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു വിശ്വാസമില്ലാത്ത മക്കളെ കാണിക്കുകയാണ് പലരും അത്ഭുത ജപമാല ഈ ശുശ്രൂഷ കാണുന്നുണ്ടെങ്കിലും പലർക്കും അങ്ങോട്ട് വിശ്വാസമില്ല എൻ്റെ
ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുള്ള വിശ്വാസം, യേശു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, ഈ വിശ്വാസത്തോടെ സ്തുതിക്കാൻ ഈശോ പറയുകയാണ്. സംശയ മനസ്കൻ, എല്ലാ കാര്യത്തിലും ചഞ്ചല പ്രകൃതിയുള്ള ഒരാൾക്ക് കർത്താവിന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതരുതെന്ന് സന്ദേശം തരിക. വിശ്വാസത്തോടെ സ്തുതിക്കുക. വ്യക്തമായി ഈശോ സന്ദേശം തരുന്നത് 33 വിശ്വാസമാണ്. എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും 33 വിശ്വാസമാണ് ചൊല്ലി. അങ്ങനെ 33 ദിവസം നിയമം വെച്ച് ഈശോയുടെ വയസ്സിന്റെ സ്തുതിക്കായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. കർത്താവ് ഇടപെടും. ഈ അത്ഭുതമാനം നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ നിയമം വയ്ക്കുക. 33 വിശ്വാസമാണ് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുക. അങ്ങനെ 33 ദിവസം നിങ്ങൾ ചൊല്ലുക. ഈശോയുടെ വയസ്സിന്റെ സ്തുതിക്കായിട്ട് നിങ്ങൾ ചൊല്ലി നിങ്ങളുടെ നിയമങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറയും. വലിയ വിശ്വാസക്കുറവിന്റെ ദുരാത്മാവുള്ള അനേകം മക്കളെ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിൽ കാണിക്കുകയാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുന്ന കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസത്തോടെ ഈ മലയോടെ ഇവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞത് സംഭവിക്കും. വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള സന്ദേശം കർത്താവ് തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക, വിദ്വേഷം, വെറുപ്പിലായിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യം സാധിച്ചു കിട്ടുന്നില്ല. പക എന്നുള്ള വാക്കാണ് ഈശോ പറയുക. ഭയങ്കര പകയാണ്. പക വെച്ച് പുലർത്തുകയാണ്, വിദ്വേഷം വെച്ച് പുലർത്തുകയാണ്, വെറുപ്പ് വെച്ച് പുലർത്തുകയാണ്. ചിലപ്പോൾ ഭാര്യയോടോ മക്കളോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടോ അയൽപ്പക്കാരോടോ മേലധികാരികളോടോ വൈദികരോടോ അല്ലെങ്കിൽ ചില ബിഷപ്പുമാരോടോ പകയും വിദ്വേഷം വെറുപ്പൊക്കെ ക്ഷമിച്ച് കർത്താവ് ക്ഷമിച്ചതുപോലെ വിട്ടുകൊടുത്ത് അങ്ങനെ ക്ഷമിച്ച് എല്ലാവരും സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൊസൂർ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരിക്കുന്ന ഒരാളെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറെ കുടുംബങ്ങൾക്ക് വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അനേകം മക്കൾക്കാണ് വലിയ വലിയ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് ബന്ധനങ്ങൾ അഴിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പല വ്യക്തികൾക്കും സമാധാനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു. അതുപോലെ കർത്താവിത ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം വഴി കർത്താവ് സമാധാനം നൽകി അനുഗ്രഹിക്കുകയാണ്. സമാധാനം നിങ്ങളോട് കൂടെ എന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കുന്ന പല കുടുംബങ്ങളിലും പല വ്യക്തികൾക്കും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. സാപത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയുകയാണ്. സാപത്ത് ദിവസം വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ ഈശോ പറയുന്നു. വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ പറയുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത അനേകം മക്കളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈശോ പറയുന്നത് വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മക്കളെ കാണിക്കുന്നു. വചന വായന ഒട്ടും തന്നെ ഇല്ലാത്ത, ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് പോലും വചനം വായിക്കാത്ത, ബൈബിള് തുറന്നു പോലും നോക്കാത്ത വ്യക്തികളെ കാണിക്കുകയാണ്. ബൈബിള് വായിക്കാം, വചനം വായിക്കാം, വചനത്തോട് ഒരു തീവ്ര അഭിനിവേശം ഉണ്ടാകണമെന്ന് ഈശോ സന്ദേശം തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷിജിയെ കർത്താവ്, ഷിജി എന്ന പേരുള്ള മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോയി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അസ്ഥി സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. കഴുത്ത് വേനുള്ളവര്, അല്ലെങ്കിൽ എല്ല് തേയ്മാനമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഡിസ്ക് തേയ്മാനം, എല്ല് തേയ്മാനം, മുട്ട് തേയ്മാനം, അങ്ങനെ അസ്ഥികൾക്ക് തേയ്മാനമുള്ളവരൊക്കെ പ്രാർത്ഥിക്കണം. പലവിധ അസ്ഥി തേയ്മാന രോഗപീഠകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരൊക്കെ, ഒടിവ് ചതവൊക്കെ വന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ പല മക്കൾക്കും കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വേരിക്കോസ് വെയിൻ, വേരിക്കോസിന്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വേരിക്കോസ് വെയിൻ മൂലം വിഷമം അനുഭവിക്കുന്നവർ പ്രാർത്ഥിച്ചോ സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത ചുമ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ തോൽക്കാവോ പരീക്ഷയിലോ മറ്റോ ഇന്റർവ്യൂയിലോ ഞാൻ തോൽക്കാവോ എന്ന് പേടിച്ച് ചിന്തിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ചോ. കർത്താവിത ഉന്നത വിജയം അല്ലെങ്കിൽ അത്ഭുതകരമായ വിജയം, പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വിജയം, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ എൽറുഹയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് സന്ദേശം തരിക. ക്ഷീണം, തലകറക്കം ഇതൊക്കെ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ക്ഷീണം, തലവേദന കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ, രാത്രി കിടന്നുറങ്ങുമ്പോൾ അറിയാതെ ബെഡിൽ മൂത്രം ഒഴിക്കുന്ന അവസ്ഥയുള്ള മക്കള്, അങ്ങനെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ വ്യക്തികളോ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റിനി എന്ന പേര് കർത്താവ് എഴുതി കാണിക്കുകയാണ്. റിനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സകല വിശ്വരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം തരിക. സകല വിശ്വരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണെന്ന് കർത്താവ് ഈ സമൂഹത്തിന് സന്ദേശം തരികയാണ്. ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഈ അസിഡിറ്റി ഉള്ളവരും അൾസർ ഉള്ളവരും ഗ്യാസ്ട്രബിൾ ഉള്ളവരും എന്ത് ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിൽ പോകുന്ന അവസ്ഥയുള്ളവരും ഇങ്ങനെ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും പ്രാർത്ഥിച്ചോ. ഒരുപാട് ഉദര സംബന്ധമായ രോഗപീഠകൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ഈ അത്ഭുത ജപമാല കുറെ നാളായിട്ട് കാണുന്നു, അല്ലെങ്കിൽ കുറെ എപ്പിസോഡുകൾ അല്ലെങ്കിൽ കുറെ നിയമം വെച്ചൊക്കെ കണ്ടു. പക്ഷേ അതൊന്നും കണ്ടിട്ടും ഒരു കാര്യം നടന്ന് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോ ഇങ്ങനെ തോന്നിപ്പോ വരുന്നു, ഈ പ്രാർത്ഥന ശുശ്രൂഷ നിർത്തിയാലോ, അത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. ഞാനത് നിർത്തിയാലോ, ഇത്രയ്ക്ക് കണ്ടിട്ടൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നു. വേറെ ചിലർ ഉപദേശിക്കുകയാണ്, നമ്മെ ഉപദേശിക്കുന്നു, ഇത്രയ്ക്ക് കണ്ടിട്ട് എന്തുട്ടാ നിനക്ക് കിട്ടിയത്, നിന്റെ ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചേ, ഇത്രയും 90 ദിവസം പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, നീ ഒന്നും മിണ്ടാതിരുന്നേ, അത്ഭുതമാല കാണാതിരുന്നേ, വിശുദ്ധ അന്തോണീസ് നൊവേനയിൽ പങ്കെടുക്കാതിരുന്നേ, ഇനിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നിരാശയുടെ വാക്കുകൾ പറയുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന മക്കളെ കാണിക്കുകയാണ്. ആ മക്കൾക്ക് കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ബർത്തിമേയുസ് എന്ന പേരുള്ള അന്ധയാചകന്റെ അനുഭവം കർത്താവ് തരികയാണ്. യേശു ഇതാ കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ
കേട്ടപ്പോ ആ അന്ധയാചകൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ ആ ശുശ്രൂഷ അവസാനിപ്പിക്കല്ല, അവന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കല്ല ചെയ്തത്. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന എത്രയോ നാൾ നീ കണ്ടുകൊണ്ടിരിക്കുന്നു, ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നീ നിരാശപ്പെട്ട് നിർത്താനുള്ള പ്രേരണ പിശാച് നിനക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളോടെ, ചില സാഹചര്യങ്ങളോടെ നിന്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു തിന്മ കയറി നിന്നോട് ഈ ശുശ്രൂഷ നീ കാണണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് കർത്താവ് പറയുക, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക, കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, കൂടുതൽ തീഷ്ണതയോടെ എരിവോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ഉപസിച്ച് പ്രാർത്ഥിക്കുക, ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ബർത്തിമേസ് എന്ന അന്ധയാചകൻ നിരാശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ അവൻ ആ നിരാശപ്പെട്ട ചിന്തകൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ തളർന്നു പോവുകയല്ല, അവൻ അതിനെതിരെ കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്ന് കർത്താവ് സന്ദേശം തരിക. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 9 വർഷത്തോളമായി മുടങ്ങാതെ ഗ്യാസ് ട്രബിളിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരോടും ഈ എൽറുഹ ശുശ്രൂഷകളിൽ നിന്നുള്ള ഭൂതോച്ചാരണ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. കണ്ണിലെ മൂടലുള്ള 4 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സമൃദ്ധമായ വിളവ് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന വ്യക്തിയോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പൈൽസ് രോഗം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പൈൽസ് രോഗികൾ ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുക. ഒരു ഭവനത്തിൽ നിന്ന് വവ്വാൽ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയോട് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. നാവിന് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. നാവിന് രോഗപീഠയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക, നാവിന് ക്യാൻസർ കർത്താവ് ഇതാ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. എപ്പോഴും വായ്പുണ്ണ് വരുന്ന ഒരു വൈദിക വിദ്യാർത്ഥിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കൃഷി സ്ഥലത്ത് നിന്നും മലയെണ്ണാന്റെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു മകളുടെ ശക്തമായ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ തുടർച്ചയായി 3 തവണ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു മകൾക്ക് ആ പരീക്ഷയിൽ വിജയം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി മുടികൊഴിച്ചിലുള്ള ബീന എന്ന മകളോട് നേർച്ച നേർന്നത് നീ നിറവേറ്റാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക. സ്തുതിപ്പ് നിർത്തരുത്, ശക്തമായി സ്തുതിക്കണം. ആലീസ് എന്ന സഹോദരിയുടെ ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 30 വയസ്സ് പ്രായമുള്ള മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രക്തവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന, ഒരു തവണ ശക്തമായി ബ്ലീഡിംഗ് വന്ന ഗർഭിണിയായ ഒരു മകളോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂണ എന്ന് പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 7 പേരുടെ ബീഫ് കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്ഥല വിൽപ്പന തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. ഭൂമി വിൽപ്പന അല്ലെങ്കിൽ സ്ഥല വിൽപ്പന തടസ്സങ്ങൾ കർത്താവ് ഇതാ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിസ തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. വിസ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വിദേശ യാത്രാ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മുടി കൊഴിയുന്ന അവസ്ഥയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. മുടികൊഴിച്ചിൽ കർത്താവ് 3 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബാബുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോൾസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആൻസി എന്ന മകൾക്ക് രോഗപീഠയിൽ നിന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മോണപ്പഴുപ്പ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അന്നമ്മ, ഷാജു ഇവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. നിമ്മിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വലത്തെ പള്ളയിലെ വേദന, അതിഭയങ്കരമായ വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജലദോഷം, കഫക്കെട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല, ഇപ്പൊ തന്നെ വിവാഹ മോചനത്തെ പറ്റി ചിന്തിക്കുന്ന ദമ്പതികളോട് അതിന് പിന്തിരിയാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. പക്ഷിശല്യം കർത്താവ് എടുത്തു മാറ്റി വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഹാർട്ട് ബീറ്റ് കൂടുതലാകുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വായിൽ പോളം വരുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വീടുകളിൽ പോയി ഒരുപാട് സമയം വ്യക്തഭാഷണം നടത്തുന്ന സ്ത്രീ പുരുഷന്മാരോട് അതിന് പിന്തിരിയാൻ കർത്താവ് സന്ദേശം തരികയാണ്. റിയ എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ റിയയ്ക്ക് കർത്താവ് സന്ദേശം തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മിഥുൻ എന്ന മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പൊള്ളാച്ചി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു അക്രൈസ്തവ ആലയത്തിന്റെ അടുത്ത് താമസിക്കുന്ന ശക്തമായ ശ്വാസമുട്ടുള്ള ഒരു വ്യക്തിയോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. സൂസനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. MBA കോഴ്സ് പഠിച്ച ഒരാൾക്ക് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായി ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു മകനാണെന്ന് ഈശോ കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തൊണ്ടയിലും മുള്ളു കുടുങ്ങിയിരിക്കുന്നത് പോലെ നാളുകളായി വേദനയും അസ്വസ്ഥയും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിശുദ്ധ ഗീവർഗീസിനോട് പ്രത്യേകം ഭക്തിയുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹാർട്ടിന് സർജറി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സർജറി കൂടാതെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പാമ്പിന്റെ തൊലി പൊളിഞ്ഞു പോകുന്നത് പോലെ സ്കിൻ പൊളിഞ്ഞു പോകുന്ന പ്രത്യേക സ്കിൻ ഡിസീസ് ഉള്ള ഒരു വ്യക്തിയോട് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. PCOD ഉള്ള ഒരു മകളോട് സെക്കൻഡ് സ്റ്റേഡ് മൂക്കുതിയോ അഴിച്ചുമാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. ശക്തമായി ബോഡി പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലിയോനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പാൻക്രിയാസിൽ കല്ലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മൂക്കുത്തി സെക്കൻഡ് സ്റ്റേഡ് മിഞ്ചിയൊക്കെ ധരിച്ച മകള് അതെല്ലാം ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. കാതിൽ കമ്മല് കുത്തിയ പുരുഷന്മാരുണ്ടെങ്കിൽ അതെല്ലാം ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഒരു മലയാളം അധ്യാപികയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അനൽ ഫിഷർ 4 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റിൻ
എന്ന മകന്റെ വിദേശയാത്രാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ജർമ്മൻ ഭാഷാ പരീക്ഷയിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരിക. ധാരാളം സിട്രിസൻ മരുന്ന് കഴിക്കുന്ന അലർജി രോഗമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. വെള്ളപ്പാണ്ട് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ക്രിസ്റ്റിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആര്യ എന്ന മകളോട് മുടങ്ങാതെ ബന്ധപ്രാർത്ഥന ചൊല്ലാനും മൂക്കുത്തി ഊരി മാറ്റി പ്രാർത്ഥിക്കാനും സന്ദേശം തരുന്നു. ടൈഫോയിഡ് ബാധിച്ച് 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. CA പരീക്ഷയിൽ വിജയം നൽകി റോബിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാലലിയ ഹാലലിയ. പഠിക്കുന്ന ബുക്കിന്റെ ഇടയിൽ മയിൽപീലി എടുത്തു വെച്ചിരിക്കുന്ന പഠന മേഖലയിൽ തടസ്സമുള്ള ഒരു മകളോട് ആ മയിൽപീലി എടുത്ത് നശിപ്പിച്ച് കളയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വിട്ടുമാറാത്ത പനി ബാധിച്ച് കിടപ്പിലായിരിക്കുന്ന ഒരു സഹോദരിയോട് കഴുത്തിൽ വെന്തിങ്ങി ധരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ബെർണാഡ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹാലലിയ ഹാലലിയ. ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു അക്രൈസ്തവ സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ആയുർവേദ ഡോക്ടറായ ഒരു മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കിഡ്നി രോഗിയായ ഒരു സഹോദരിയോട് സെക്കൻഡ് സ്റ്റഡ് ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹാലലിയ ഹാലലിയ. വിശുദ്ധ യൂദാ തദ്ദേവസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വർഷങ്ങളായി ചുടുവാതുള്ള ഒരു സഹോദരനോട് തുറന്ന കുംസാരം നടത്തി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഉപ്പുറ്റിവേദനയുള്ള ഒരു മകളോട് കാലിലെ മിഞ്ചി ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. തങ്കച്ചൻ എന്ന മകനോട് കിട്ടിയ അനുഗ്രഹം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് സന്ദേശം തരുന്നു. പുതിയ ബൈക്ക് വാങ്ങിയിട്ട് ഇതുവരെ വെഞ്ചരിക്കാത്ത ഒരു യുവാവിനോട് വൈകാതെ വാഹനം വെഞ്ചരിക്കാനും കഴുത്തിൽ വെന്തിങ്ങി ധരിക്കാനും കർത്താവ് ആവശ്യപ്പെടുകയാണ്. തലയിലും മുഴയുള്ള വിൻസെന്റ് എന്ന മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ഡോക്ടറായ സിസ്റ്ററുടെ മാനസിക സംഘർഷത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അനു എന്ന മകളുടെ കുഞ്ഞിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഉറപ്പിച്ച വിവാഹം മുടങ്ങിപ്പോയതിൽ വിഷമിക്കുന്ന ഒരു മകളോട് വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികൾ എടുത്ത് കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. മൂത്രം തുള്ളിത്തുള്ളിയായി പോകുന്ന യൂറിൻ തുള്ളിത്തുള്ളിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബോബൻ എന്ന മകനോട് തുറന്ന് കുമ്പസാരം നടത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ലിനു എന്ന മകളോട് കിട്ടിയ അനുഗ്രഹം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സന്ദേശം തരുന്നു. ഹാലലി ഹാലലി. ആലിസ് എന്ന സഹോദരിയുടെ വൻകുടലിലെ ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അരിമ്പാറ മാറിയിട്ടും സാക്ഷ്യപ്പെടുത്താത്ത ഒരു മകളോട് കിട്ടിയ അനുഗ്രഹം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സന്ദേശം തരുന്നു. ഹാലലി ഹാലലി. വിശുദ്ധ മദർ തെരേസയോട് പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു കണ്ണിന് ഗുരുതരമായി പരിക്ക് പറ്റിയ ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. സാമ്പത്തിക മേഖലയിൽ വലിയ ഞെരുക്കമുള്ള ഒരു സഹോദരനോട് കാതിലെ കമ്മല് ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹെർണിയയ്ക്ക് സർജറി കഴിഞ്ഞ് മുറി ഉണങ്ങാതെ വിഷമിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു യൂത്ത് പെൺകുട്ടിയുടെ തൊണ്ടയിലെ മുഴ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ടോണി എന്ന മകനോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷനെ സഹായിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഗർഭസ്ഥ ശിശുവിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൊതു കുത്തുമ്പോൾ അലർജി വരുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. 16 വർഷത്തോളമായ മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലലി ഹാലലി. ഫിസ്റ്റുല ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സിബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ ചിലർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു മകളുടെ ആസ്മ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അമ്മാടം എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഡോക്ടറായ ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഈച്ചശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. സ്ഥിരമായി ടൈഗർ ബാം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശ്വാസകോശത്തിൽ അണുബാധയുള്ള വ്യക്തിയെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൈറോയിഡിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹാലുലി ഹാലുലി ഹാലുലിയ. കാൽപാദം വിണ്ടുകീറുന്ന ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വീട് വാടകയ്ക്ക് കൊടുക്കാനുള്ള തടസ്സം എടുത്തു മാറ്റി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാലുലി ഹാലുലിയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നു. എല്ലാവരും ഒന്ന് ശക്തമായി തുതിച്ചു പ്രാർത്ഥിച്ചേൻ. ഹാലുലിയ. കരങ്ങളൊന്ന് സ്തുതിച്ചേൻ. ഹാലുലി 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 ഹാലുലി. എല്ലാവരും സ്തുതിക്കുന്നു. ഹാലുലി 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 ഹാലുലിയ. ദിവികാനത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. തിരത്തത്താ കഴിയണമേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഹാലുലി 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 ഹാലുലിയ. സാക്ഷിയാക്കി മാറ്റണമേ, പ്രേക്ഷകനാക്കി മാറ്റണമേ, ശുശ്രൂഷകനാക്കി മാറ്റണമേ. യേശുവിനെ പറ്റി പറയാൻ ഒരുക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരുകരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ സ്തുതിച്ച്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാവായ
സ്വർഗസ്ഥനായ ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. പരിശുദ്ധ പരമാധികാരണത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമാധികാരണത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഗ്യമായ പരിശുദ്ധ പരമാധികാരണത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.